പാർട്ടിക്ക് വഴങ്ങാതെ തന്നിഷ്ടം തുടരുന്ന പി.വി. അൻവർ വീണ്ടും വെല്ലുവിളിയുമായി രംഗത്ത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കും എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനും എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അൻവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട കുറിപ്പിലാണ് അദ്ദേഹം നിലപാട് വീണ്ടും കടുപ്പിച്ചിരിക്കുന്നത്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലും ഉള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. CPM-നെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അൻവർ അപ്രതീക്ഷിത വാർത്താ സമ്മേളനം വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് പാർട്ടി വിലക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പരസ്യ വിമർശനത്തിന് ഒരുങ്ങുന്നത്. അതേസമയം അൻവർ പാർട്ടിയെ ധിക്കരിക്കാൻ തയ്യാറാകുന്നത് മറുകണ്ഠം ചാടാൻ ലക്ഷ്യമിട്ടാണെന്നാണ് സൂചന. കോൺഗ്രസിൽ സാധ്യതകൾ തേടുന്നുണ്ട് അദ്ദേഹം. മുൻ പാർട്ടിക്കാരൻ എന്ന നിലയിൽ അൻവറിനെ പൂർണ്ണമായും തള്ളാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കെതിരെ പി.വി. അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളൊന്നും CPM-ഉം സർക്കാരും മുഖവിലയ്ക്കെടുത്തില്ല. താനുമായി ഉടക്കിയ എ.ഡി.ജി.പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ പ്രകോപിതനായാണ് പി.വി. അൻവർ ശശിക്കെതിരെ തിരിഞ്ഞത്. ഗുരുതര ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി ജയിക്കാമെന്നായിരുന്നു ആദ്യ കണക്കുകൂട്ടൽ. എന്നാൽ പിണറായി വിജയനു വേണ്ടി ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വില കുറച്ചു കണ്ടതിൽ അൻവറിന് പാളി. നിലമ്പൂരിൽ ആദ്യ വെടിപൊട്ടിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുമെന്ന് മുന്നറിയിപ്പ് നൽകി തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കാണാനെത്തുമ്പോൾ അൻവറിന് സർക്കാരിൽ പ്രതീക്ഷയേറെയായിരുന്നു. എന്നാൽ 5 മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റിയത്. ശശിയെയും അജിത് കുമാറിനെയും കൈവിടില്ലെന്ന് അപ്പോൾ പിണറായി വിജയൻ കൃത്യമായ സൂചന നൽകി. മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയതിനു പിന്നാലെ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് നൽകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പകർപ്പ് നൽകിയപ്പോൾ ശശിയുടെ പേരില്ലെന്ന് പറഞ്ഞ് M.V. ഗോവിന്ദൻ കൈകഴുകി. ശശിയുടെ പേരെഴുതി പുതിയ പരാതി നൽകുക മാത്രമല്ല, അക്കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്ത അൻവറിന് എഴുതി കിട്ടിയാൽ എല്ലാം പരിശോധിക്കാമെന്ന പാർട്ടി സെക്രട്ടറിയുടെ ഉറപ്പിലായിരുന്നു അവസാന പ്രതീക്ഷ. അതും അസ്ഥാനത്താകുമെന്നാണ് ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കണ്ടത്. പി. ശശിക്കെതിരായ അൻവറിന്റെ പരാതി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വായിക്കുക പോലുമുണ്ടായില്ല. പി. ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമെന്ന് വാർത്താസമ്മേളനം വിളിച്ച് പ്രകീർത്തിച്ച പിണറായി വിജയന്റെ വാക്കുകൾ ഏറെക്കുറെ അതുപോലെ M.V. ഗോവിന്ദനും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറ്റുപാടി. പിന്നാലെ അൻവർ നാവടക്കണമെന്ന മുന്നറിയിപ്പെത്തി. പാർട്ടിയും സർക്കാരും ഒരുപോലെ കൈവിട്ട പി.വി. അൻവറിന് ഇടതുപക്ഷത്ത് തുടരണമെങ്കിൽ അല്പം അടങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ കീഴടങ്ങൽ അംഗീകരിക്കാനാവില്ലെന്ന മുന്നറിയിപ്പാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ വ്യക്തമാക്കുന്നത്.